ഷേർലി മോക്ക് നീ അയച്ച കത്ത് കിട്ടി. ഇഞ്ചക്കാട്ടുകാരോട് പ്രതികാരം ചെയ്യാനായി നീ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതിനോട് കൊച്ചാപ്പന് യാതൊരു യോജിപ്പുമില്ല. കാര്യങ്ങൾ ആദ്യമേ അറിഞ്ഞപ്പോ ഇതിലും കടന്ന കൈയൊക്കെ ഞാനും ആലോചിച്ചതാണ്. പക്ഷെ എല്ലാം വിധിയെന്നോർത്ത് ഞാൻ സമാധാനിക്കുന്നു. ആ കുടുംബം താറുമാറാക്കിയതിൽ വിജയിച്ചുവെന്ന് നീ സന്തോഷിക്കുന്നു. പക്ഷെ ഈ വിജയം പോലും വരാൻ പോകുന്ന പല ദുരിതങ്ങളുടെ മുന്നോടിയല്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കത്ത് നീട്ടുന്നില്ല. സ്വസ്നേഹം, ഡേവിഡ് കൊച്ചാപ്പൻ. റോഹിത് എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ എത്ര പ്രാവശ്യം മുറിയുമെന്ന് നോക്കിയെന്നറിയാമോ? എന്താ കാര്യം ഷെർലി? എന്റെ വിഷമം ഞാൻ ആരോട് പറയാൻ? ഇച്ചായൻ റോഹിയെ വഴക്ക് പറഞ്ഞ വിവരം ഞാൻ അറിഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഷെർലി എന്നെ കുറിച്ച് ഇച്ചായനോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഇച്ചായൻ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറാൻ കാരണം? പറയാം. എന്നെ ഒരു ഗൂഢാലോചനയാണ് റോയ്. ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ റോയുമായി വഴക്കുണ്ടാക്കുക, അഭിപ്രായ വ്യത്യാസം വളർത്തിയെടുത്ത് ടെക്സ്റ്റൈൽസിന്റെ പാർട്ണർഷിപ്പിൽ നിന്ന് റോയെ ഒഴിവാക്കുക. ഇതാണ് ഇച്ചായന്റെ പ്ലാൻ. അതിനുവേണ്ടി എന്നെ ബലിയാടാക്കിയതാണ് റോയ്. ഷെർലി കോളേജിലെ നാടകങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇല്ല. അഭിനയിക്കണം. ഏറ്റവും നല്ല നടിക്കുള്ള സമ്മാനം കിട്ടും. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഷെർലി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങളെ കുറിച്ച് ഒരു ഏകദേശ രൂപം എനിക്കറിയാം. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം മാത്രമാണ് ഇനി എനിക്കറിയേണ്ടത്. അയ്യോ, റോയ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? വേണ്ട, വാക്കുകൾ കൊണ്ടുള്ള എക്സർസൈസ് നടത്തി ഇനിയും സമയം വെറുതെ കളയണമെന്നില്ല. ഇതാ, ഇനി പറ, തന്നോട് എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? തന്റെ സാരിസത്തിന് ഇരകളായി ഞങ്ങളെ തിരഞ്ഞെടുക്കാൻ കാരണം? ഇത് സാരിസ് അല്ല റോയ്. അച്ഛനെ കൊന്നയാളുടെ കുടുംബത്തോടുള്ള എന്റെ പകയാണ്. എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോഴപ്പോഴായി ഓരോന്നും അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ചുങ്കത്തറക്കാരുടെ മാസ്റ്റർ പ്ലാൻ എന്ന നിലയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട് ചാക്കോച്ച. പകയും വൈരാഗ്യവും വിദ്വേഷവും കൂടിക്കൂടി ബന്ധങ്ങൾ തകർക്കുന്ന അവസ്ഥ വരെ നിങ്ങൾ കൊണ്ടെത്തിച്ചു. മതി, നമുക്ക് ഈ മത്സരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതിലെനിക്ക് സമ്മതമല്ലെങ്കിൽ എങ്കിൽ നഷ്ടപ്പെടാൻ ഇരുകൂട്ടർക്കും ഒരുപാടുണ്ടാവും. പഴയ കഥകളൊന്നും മറന്നിട്ടില്ലല്ലോ? മറന്നിട്ടില്ല, മറക്കുകയില്ല. വേണ്ട ചാക്കോച്ച, ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ചുങ്കത്തറക്കാരെക്കാൾ ഒരു പടി മുന്നിലാണ് ഇന്ത്യക്കാട്ടുകാര്. അത് ഞങ്ങളുടെ മെടുക്കല്ല, കർത്താവിന്റെ അനുഗ്രഹമാണ്. കൊണ്ടുപോയി ഗോഡോടെ തള്ളടാ.
തുടങ്ങിയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ ഇനി ഒന്നിനും പോണ്ട. മര്യാദയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്നു. ഇത് ഞങ്ങൾ ആണുങ്ങൾ നോക്കിക്കൊള്ളാം. നിങ്ങൾ നടവേണ്ട, മാറിക്കാൻ വേണ്ടടാ. എനിക്കുണ്ടടാ, എടുത്തോണ്ട് ഓടി. ഇതൊക്കെ നാണമില്ലടാ നിനക്കൊക്കെ. പിന്നെ അവന്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന് വന്നിരിക്കാ. അങ്ങളെ ഞങ്ങളാരും അവിടെ വേണ്ടടാ, കൂടുതലൊന്നും പറയണ്ട. അടിച്ചൊതുക്കാൻ പറ്റില്ലെങ്കിൽ തട്ടിക്കളയടാ. പറയാൻ എളുപ്പമാണ്, പക്ഷെ പെട്ടെന്ന് നടക്കുന്ന കാര്യമോ? നടക്കും, നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തും. ചൂറുമായിരിക്കണമെന്ന് മാത്രം. എങ്കിലൊരു കുഞ്ഞു പോലും അറിയാൻ പോണില്ല. നിനക്കൊക്കെ കേൾക്കണോ? അന്ന് ഇഞ്ചക്കാടന്റെ തൈയിൽ കെട്ടിവെച്ച തൊമ്മിച്ചന്റെ കൊലപാതകമില്ലേ, അത് ചെയ്തതേ ഇഞ്ചക്കാടനല്ല. പിന്നെ അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിലേ ഇഞ്ചക്കാടനെ പോലെ മറ്റൊരു ശത്രു കൂടി നമുക്കുണ്ടാകുമായിരുന്നു, തൊമ്മിച്ചൻ. അങ്ങളെ വേണ്ട, ഇനി നീയൊന്നൊരു ചുക്കം ചെയ്യണ്ട. ഞാൻ പറഞ്ഞ പോലെ അങ്ങ് നീങ്ങിയാ മതി. ഇനി ചാക്കോച്ച് കളി കളിക്കാൻ പോവാ. ഈ പെരുന്നാളിന് പ്രസിഡന്റ് എഴുന്നള്ളാൻ ഇഞ്ചക്കാടൻ കാണില്ല. രാവിലെ തന്നെ തിരിച്ചെന്നോ? ഇല്ല, ഒന്നുമില്ല. അപ്പച്ചൻ നമ്മുടെ പുറകെ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടാണെന്ന്. എങ്കിൽ പിന്നെ ഇത്രയും സമയമായല്ലോ. നീ വാ. എന്താ കുട്ടി? ഞാൻ നിങ്ങളെ കാണാൻ ഇറങ്ങിയതാ. എന്താ കാര്യം? അവിടെ തായിക്ക് സന്തോഷിക്കാം. ഈ ഓട്ട് കമ്പനി ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും ജപ്തി ചെയ്യാനുള്ള ഉത്തരവ് കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്താ ചാക്കോച്ച ഈ പറയണേ? നിങ്ങളുടെ വീഴ്ച കണ്ട് കൈ ഒട്ടിച്ചിരിക്കാൻ അത്ര മനസാക്ഷിയൊന്നും ഇല്ലാത്തവനല്ല ഞാൻ. തലമുറകളായിട്ടുള്ള വൈരാഗ്യമൊന്നുമില്ല നമ്മൾ തമ്മിൽ. എന്ന് ചുങ്കത്തറയിലെ തൊഴിലാളി ചുങ്കത്തറക്കാരോട് തന്നെ മത്സരിക്കാൻ തുടങ്ങിയോ അന്ന് തുടങ്ങിയതാ ഇതല്ല. സ്വന്തമായി തുണിക്കട തുടങ്ങാൻ പോണ തീരുമാനം അവസാനം വരെ ഒളിച്ചു വെച്ച് വലിയ സമർത്ഥരാകാൻ നോക്കിയില്ലേ? അന്ന് ഞങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയതിന്റെ പകയാ കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. ചാക്കോച്ച, തന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ എനിക്ക് കഴിയില്ല. ഇപ്പൊ എന്താ വേണ്ട? ഇഞ്ചക്കാടൻ മത്തായിയുടെ മരണം, അതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഇനി ഞങ്ങൾ തൃപ്തരാവില്ല. ഒഴിയടാ. ഒരസ്ഥി കഷണത്തിന്റെ തരി പോലും ബാക്കിയുണ്ടാവില്ല. അതാ ഇതിന്റെ ഒരു ഗുണം. അപ്പൊ നമുക്ക് കൊളുത്താം, അല്ലടാ പിള്ളേരെ? പിടിച്ചു കെട്ടണവരെ. അപ്പച്ചൻ പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം ഞങ്ങൾ ക്ഷമിച്ചു. ഇനി എന്താ ചെയ്യണം? അടിച്ചു നിരത്തരോ.
പിന്നെ അപ്പച്ച ഷെർലി പെട്ടിയൊക്കെ അടുക്കി വെച്ച് വീട്ടിൽ പോവാൻ നിക്ക. എന്താ അവള് പോണ്ടേ? അതല്ല അപ്പച്ച, പറയാനുള്ളത് തുറന്നു പറയടാ. അത് പിന്നെ അമ്മച്ചി പറ. അയ്യോ ഞാൻ പറയത്തില്ല, അന്നക്കുട്ടി നീ പറയണേ. എനിക്ക് നാണോ? ഞാൻ പറയത്തില്ല. അമ്മച്ചി പറ. മക്കളെ നീ തന്നെ പറയണം. അമ്മച്ചി പറ. അമ്മച്ചി അറിയില്ല. ആരെങ്കിലും ഒന്ന് പറഞ്ഞു തൊലക്കി. അപ്പച്ച ഇവരെല്ലാരും കൂടി പറയുന്നു ഞാൻ ഷെർലിയെ വിവാഹം കഴിക്കണമെന്ന്. അപ്പൊ ഇതായിരുന്നു നിന്റെ മനസ്സിൽ അല്ലേ? ഇതുവരെ ഈ അമ്മയുടെയും മക്കളുടെയും താളത്തിനൊത്ത് ഞാൻ തുള്ളി. ഇനി ഈ അമ്മയുടെയും മക്കളുടെയും താളത്തിനൊത്ത് തുള്ളാൻ എന്നെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ എലിക്കുട്ടി? അതന്നെ ഇതെന്നെ. ആ.